കാമവുമാശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസി അപ്പോൾ മായാരൂപവും വേർപെട്ട് അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടപ്പോൾ കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലമുറയിട്ട് നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. ശൂർപ്പണഖ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അടുത്തു വന്ന് വിവാഹാഭ്യർത്ഥന നടത്തുന്ന രംഗമാണ്. ഈ നമ്മുടെയെല്ലാം വന്യമായ ആഗ്രഹങ്ങളുടെ കാമത്തിൻ്റെ പ്രതീകമാണ് ശൂർപ്പണഖ. അതീവ സുന്ദരിയായി രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശൂർപ്പണഖ തൻ്റെ ആഗ്രഹ പൂർത്തീകരണം സാധിക്കാതെ വരുമ്പോൾ കോപാവേശിതയായി രാക്ഷസരൂപം പ്രാപിക്കുന്നു. അവരെ ആക്രമിക്കാൻ മുതിരുന്നു. അപ്പോഴാണ് അവളുടെ മൂക്കും കാതുമെല്ലാം ലക്ഷ്മണൻ ഛേദിക്കുന്നത്. ഇത് നമുക്കും കൂടിയുള്ള പാഠമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ, അവ പൂർത്തീകരിക്കാനാവാതെ വരുമ്പോൾ കോപം നമ്മെ ആവേശിക്കും. കോപം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആസുരീക ഭാവം പുറത്തു വരികയും അക്രമാസക്തരായി മാറുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ശൂർപ്പണഖയ്ക്ക് സംഭവിച്ചതുപോലെ നമുക്കും വൈരൂപ്യം സംഭവിക്കും, ശരീരത്തിനും മനസ്സിനും. ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇതാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ജയ് ശ്രീറാം.